പ്രിയപ്പെട്ട അട്ടപ്പാടി നിവാസികളെ, ദക്ഷിണേന്ത്യയുടെ സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് കൃത്യം 5 മണിക്ക് കാവുണ്ടിക്കല്ല് ഗ്രാമപഞ്ചായത്ത് കിണറിന് സമീപമുള്ള തുറന്ന മൈതാനിയിൽ എത്തിച്ചേരുന്നതാണ്. പ്രിയമുള്ള നാട്ടുകാരെ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മനുഷ്യ സിനികളിൽ ആവേശത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് തുറന്ന മൈതാനിയിൽ എന്ന് കൃത്യം 5 മണിക്ക് താരാധിപൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് தெரிஞ்சது கையளவு, தெரியாதது உலகளவு. ഗ്രാമത്തിൽ എന്ന് കൃത്യം 5 മണിക്ക് ദക്ഷിണേന്ത്യയുടെ സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ മന്നൻ കാവുണ്ടിക്കല്ലിലോ படையப்பா இடியப்பா நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ஆண்டவன் சொல்றான், ஆனா இதுல மாட்டிக்கிறான். சூப்பர் ஸ்டார் ரஜினிகாந்த், ஸ்டைல் மன்னன் ரஜினிகாந்த். நான் யோசிக்காம பேச மாட்டேன், பேசின பிறகு யோசிக்க மாட்டேன். பொண்ணு மக்களே, ഈ വണ്ടിയുടെ തൊട്ടുപുറകിലായി സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. ദക്ഷിണേന്ത്യയുടെ ഇടിവെട്ട്. രോമകൂപങ്ങളുടെ അടിവേര് മരവിപ്പിക്കുന്ന ഉജ്ജ്വല രംഗങ്ങളിലൂടെ ആ മനുഷ്യ ഹൃദയത്തിന്റെ മാറാപ്പ് മാറ്റിക്കൊണ്ടതാ ഒരു ഇതിഹാസ ചിത്രം. കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് കിണറിന് സമീപം ഇന്ന് കൃത്യം 6:30 മണിക്ക് ആ സ്റ്റൈൽ മന്നൻ നടിച്ച പുലിക്കോട്ടെ വാലിബൻ. പുലിക്കോട്ടെ വാലിബൻ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ലല്ലോടെ. നീ പല്ല് തെച്ചില്ലടേ, ഒരു അളിഞ്ഞ ചായയുടെ മണം. എനിക്ക് ചായക്കടയാണെന്ന് അവൻ കയ്യോടെ പിടിച്ചല്ലേ. നീ എന്ന് കുത്തിയിടുന്നത് ഞാൻ കണ്ടു. അബീരയുടെ മജ്ജയിൽ നിന്ന് ആ മുത്തുവിന്റെ ബീജമെടുത്ത് അരുണാചലത്തിന്റെ നെറുകയിൽ സ്ഥാപിച്ച് ആ ഭാഷയിലൂടെ പുനർജനിച്ച് ആ പടയപ്പയായി നമ്മെ നയിച്ച് ആ ബാബയായി മാറിയ സ്റ്റൈൽ മാനന്റെ ഇതിഹാസ ചിത്രങ്ങളുടെ സുപ്രധാന ഭാഗങ്ങൾ മാത്രം കൂട്ടിയിണക്കി അക്കുടം ചെയ്തെടുത്തൊരു പുതിയ കല്ലാവ് സൃഷ്ടി പുലിക്കോട്ടെ വാലിബൻ. കേവലം 2.5 മണിക്കൂറിൽ നിന്നുകൊണ്ടുള്ള 5 സിനിമകളുടെ താണ്ഡവം. അംബാസഡറിന്റെ സ്റ്റിയറിംഗ് വലിയ വണ്ടിയുടെ വീലാണത്. ഗോപുരങ്ങളിൽ നിന്നും അധുരപാണിയിലെ വിസ്മയം നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക്. സ്റ്റൈൽ മന്നം വരണം പറഞ്ഞിട്ട് സിനിമ കാണിക്കാൻ മിഷൻ കാണിച്ചാണ് നാട്ടുകാരെ പറ്റിക്ക. എന്നെ നിലച്ച എന്താണ് നിങ്ങൾ ആളെ പറ്റിക്ക? എവിടാ സ്റ്റൈൽ മന്നൻ? എങ്കട മന്നൻ இவன் தான் நம்ம ஊருக்கு மன்னன், வில்லாதி வீரன், வீரமணி கண்டன். ஏய் இயம்புட்டு ഓം നമ ശിവായ, യേശുദേവായ, അല്ലാഹു അക്ബർ. 3 പേരും കൂടി രാജനെ രക്ഷിക്കണേ. ഓ
അച്ഛനും മകനും എന്ന് വെച്ചാ ഞാനും എന്റെ അച്ഛൻ. ഇന്നലത്തെ നിന്റെ മൂല വെട്ടി അടിച്ചിട്ട് എന്റെ മൂലം കരിഞ്ഞുപോയി. ഇതോ തൊണ്ണക്കുഴി ഉരുക്കണ നവസാരമല്ലേ മേമ്പൊടി. എന്തൊരു കുടി. എന്താ നായരെ കാണിക്കണേ? മനുഷ്യന്മാരെ തിന്നണ പൊടിക്കാത്താണോ കൈയിട്ട് ഇളക്കുന്നേ? ചീ, വൃത്തികെട്ട ജന്തു. കലമോന്തിട്ട് പിടപ്പിക്കാതെ കുളിക്കുകയില്ല, പല്ലിയല്ല, കഴുകയില്ലാത്ത നീയാണോ എന്നെ വൃത്തി പഠിപ്പിക്കുന്നത്? 1.5 കിലോ അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? എടുത്തോണ്ട് പോ. അയ്യോ, ഈ പൊടി എന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നേ? അതെന്താടാ? മുളക് പൊടിക്കുന്നതിനകത്ത് അരി ഇട്ടതാ. എന്തേ? അയ്യേ, അച്ഛൻ ഈ മൂല കുട്ടി വെച്ചു എന്ത് പ്രാന്തായി കാണിക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? അല്ല, ഈ പേപ്പട്ടിനാരുടെ വീട് ഇതാണോ എന്ന് ചോദിക്കായിരുന്നേ. അത് നിന്റെ അമ്മയുടെ നായയുടെ പേരായിരിക്കണോ മോനെ? ക്ഷമിക്കണം, ചേട്ടനായിരുന്നു. ഈ 3 ഫേസ് ലൈൻ എവിടെ കിട്ടും ചോദിച്ചപ്പോ അത് നമ്മുടെ പേപ്പട്ടിനാരുടെ വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതെ, കേട്ടത് മുഴുവൻ താമെന്ന് ചോദിക്കൂ. അല്ല, കേട്ടത് മുഴുവൻ ചോദിച്ചാ എന്റെ ടങ്കീസ് പൊട്ടുമെന്ന് എനിക്കറിയാം. അയ്യോ, ഇതിനെ ഇവിടുന്ന് പിടിച്ചു. വനത്തിന് പിടിച്ചതാ. അപൂർവനാ. അതെ, തനിക്കിപ്പോ എന്താ വേണ്ടേ? സപ്ലൈ വേണം. പുലിക്കോട്ടൈ വാലിബൻ സ്കോ ഞാനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, അന്ന് കാശുറപ്പിക്കാൻ വന്നവന്റെ കുഞ്ഞച്ഛനായിരിക്കും. വല്യച്ഛനാ. ഏതെങ്കിലും മേപ്പോട്ട് പോണ്ട. എന്താ അതിന്റെ പേര്? രാജ്. സ്റ്റൈൽ രാജ്. അയ്യേ, ഇത് പറയാനാ ഇത്ര താമസം? நான் லேட்டா சொன்னாலும் ஸ்டைலா சொல்லுவேன். അടിപൊളി അണ്ണാന്റെ വായില്. അത് കറക്റ്റ്. ഉനക്കുതാൻ തെറിയും. അന്നൊന്ന് 100 ഉറപ്പിച്ചല്ലേ? 100, 150. അയ്യോ, അതെന്നാ? നിനക്ക് സ്റ്റൈൽ ഇത്തിരി കൂടുതലാ. അയ്യോ, ഇത് വെറും സ്റ്റൈലാ. ഉള്ളു തൊണ്ട. നീ എന്നെ പേപ്പട്ടി നായരെന്ന് വിളിച്ചോനല്ലോ. അത് ഞാൻ വിളിച്ചല്ലോ. അതെ, ഇവിടുന്ന് 1 രൂപ കുറയ്ക്കത്തില്ല. ഇവിടുന്ന് 3 ഫേസ് വിലയിൽ 150 രൂപ രൊക്കം വെക്കണം. അപ്പൊ കുറയ്ക്കൂല? 1 രൂപ കുറയ്ക്കില്ല. എന്നാ 149 ആക്ക്. ചില്ലി പൈസ കുറയ്ക്കില്ല. നായരേ, നായർ സാബ്. എന്നാ വിടി, ചുട്ടവിടി, ദുഡ്ഡുക്ക് ചുട്ടയടി, രാജയ്ക്ക് ലൈൻ കൊടു. ഗം ഇരിക്കാ? ഗമ്മ? ആ, COME ഗം. പശ. അതെന്തിനാ? ഈ അഗ്രിമെന്റ് ഒരു സ്റ്റാമ്പ് ഒട്ടിക്കാനാ. എഗ്രിമെന്റാ? എന്ത് അഗ്രിമെന്റ്? പറഞ്ഞുറപ്പിച്ച പ്രകാരം 150 രൂപയ്ക്ക് ക്യാമ്പ് തീരുന്നിടം വരെ കറണ്ട് തന്നോളാന്ന്. അയ്യടാ, ആ എഗ്രിമെന്റ് ഇയാടെ കൈ വെച്ചാട്ടെ. വല്ല ലൈമാമാരും വന്നേ ഫീസ് ഊരിക്കൊണ്ട് പോയാൽ ഞങ്ങൾ പിന്നെ എവിടെ നടത്തിട്ട് തരും കരണ്ട്? ആളൊരു ജനറേറ്റർ ആണല്ലോ. അല്പം തള്ളി നിന്നുകൊണ്ട് എല്ലാവരും ചില്ലറ തരിക. കടന്നു വരിച്ചേട്ടാ, കടന്നു വരിച്ചേച്ചി. വെറും 3 രൂപ. ബാൽക്കണി ഇല്ല, ഫസ്റ്റ് ക്ലാസ് ഇല്ല, ബെഞ്ചില്ല. എല്ലാവരും തറകൾക്ക് തറ മാത്രം. എന്നാ சொன்னே? இந்த ஊர் பொன்மக்களுக்கு பொன் தரை. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഊഞ്ചി മിഠായി. அன்னை தமிழ்நாட்டுல நான் அனைவருக்கும் சொந்தண்டா. அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா. ஆண்டவன் நடத்திடுவாண்டா, அருணாச்சலம் நடந்திடுவாண்டா. என் வழியில யாராவது குறுக்கிட்டா புரிஞ்சதில்ல? என் வழி தனி வழி, மறக்காதீங்க. தில்லண்ணா தில்லண்ணா நான் திட்டிக்கிற சேனா, திக்கு திக்கு நெஞ்சில் தில்லண்ணா.
ഇതെന്താടാ കുമരകോ? കൊട്ടക മുഴുവൻ കിളികളാണല്ലോ. ஆண்டவன் சொல்றான் அருணாச்சலம் முடிக்கிறான். இந்த கோடை தாண்டி எவனாவது உள்ள வந்தீங்க കൊടല ഉരുവിടുക. വെറും 3 ഉലുവക്ക് വേണ്ടി ഈ കുഴലിന്റെ ഒട്ടെ കൂടി ഊഞ്ച പണി കാണിക്കണടാ. പോടാ പോടാ. ഒട്ടത്തി കാണാൻ കൊള്ളാല. വെള്ളേപ്പം വേണോ? വെള്ളേപ്പം. അമേരിക്കയുടെ ഈ നയം നമ്മുടെ പഞ്ചായത്തിന് പ്രശ്നമാവോ? എടാ ഈയമ്പൂട്ട് പ്രസിഡന്റ് ഇപ്പൊ കുത്തിയിട്ട ചൂട് പുട്ട് കടലക്കറി അതിനാ പഴം 3 എണ്ണം. ഒന്ന് പോടാ വെള്ളേപ്പോ. ആ പോറിഞ്ച നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് വെള്ളേ പോയിട്ട് ഈയമ്പുട്ടിന് മുമ്പിൽ കൂടി പോകരുതെന്ന്. റപ്പായി പോയാ നിനക്കെന്നടാ മാങ്ങാണ്ടി? നിന്റെ പോലത്തെ ഉണക്കപ്പൊട്ടല്ലേ ഇത് കേട്ടാ? ഇതേ കുമ്പളങ്ങി ജോനാമത്തായുടെ വെണ്ണേപ്പാ. ആഹാ വേണ വായിൽ വെച്ചാലേ നാക്കലത്തിന്റെ വയറ്റിൽ പോവും. വയറ്റിൽ ഒഴിച്ചിൽ പിടിക്കുന്നു പറഞ്ഞ പോറിഞ്ച. അവൻ അവന്റെ വഴിക്ക് അങ്ങനെ പൊക്കോട്ട. അയ്യേ വലിച്ചു ആരുടെ ഈ വാലിബൻ? എന്റെ പ്രസിഡന്റ് വെടിച്ചില്ലി സാധനം പുലിക്കോട്ട ഈ വാലിബൻ. 5 പടത്തിനകത്തുനിന്ന് ഒരു വെടിക്കെട്ട് പടം. ഇരുമത്തരം ടാക്കിസിൽ ഇപ്പൊ പാവാട 2ാം പാരല്ലേ? ഇവിടെ ജോസിന് പാരയാവൂ. ജോസിന് പാവാടല്ല ജമ്പറും കൊണ്ടുവന്നാലും രക്ഷയില്ല. ജമ്പർ എന്നൊരു പടം നേരത്തെ വന്നതല്ലേ? അത് ജമ്പറല്ല ബമ്പർ ഇംഗ്ലീഷ്. ഇത് വാലിബൻ പുലിക്കോട്ട ഈ വാലിബൻ. നീ എന്താടാ ഈയമ്പൂട്ട ഈ പറയുന്നത്? പഞ്ചായത്തിന്റെ അനുവാദമില്ലാതെ വല്ലതിക്കുന്നു വന്ന തെണ്ടിക്ക് എന്തോ ആകുന്നു? അമേരിക്കയുടെ കൊക്കിന്റെ കാല് പോലത്തെ കെട്ടറങ്ങൾ നിലമ്പത്തിയില്ലേ? അതുപോലെ അവന്റെ വാലിബന്റെ സെൻട്രൽ പോൾ ഒടിച്ച് കോരിക്കെട്ടി കൊക്കേലെറിയും സൽഗുണനോ. കടുപ്പത്തി കാപ്പി 3 ആയാലോ വാലിബ? 3 ചായ വിരലിടാത്തത്. ഒന്ന് ലൈറ്റ്, ഒന്ന് മീഡിയം, ഒന്ന് കടുപ്പത്തില് വാലിബന്. മുറിവീട് കയ്യിൽ തന്ന് നമ്മളെ അന്നൊന്ന് ആക്കി. ഇപ്പൊ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. നിങ്ങളുടെ വാലിബിനെടുത്ത് കൊക്കേ തള്ളൂന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകെ ചൂടില്ല. വാരിക്കെട്ടി കൊക്കേലെറിയാൻ വാലിബം പൊങ്ങുവോന്നൊരു സംശയം. നാറ്റി കൊടുക്കായിരുന്നല്ലേ? വണ്ടമ്മേട്ടിന്ന് നടത്തിക്കൊണ്ടുവരുന്ന തൊലിഞ്ഞ ഇറച്ചിക്കാള പോലെ ഉണ്ടല്ലോടാ നീയെ. കൊറേ ആറ്റി കുടിച്ചാ ഈ പെട്ടിയോട്ടൊരു സൽക്കണം കയറിയത്. പോടാ വീട്ടിൽ പോടാ. ഞങ്ങളുടെ പഞ്ചായത്തില് പെട്ടിയോട്ടോ ഹോട്ടലിലെ പഴത്തൊലി എടുക്കാനാന്നേ. ഇതേ ചെലവ് ചുരുക്കല. മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രതിനിധികളായിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അതിന്റെ ഭാഗമായി പെട്ടിയോട്ടോ. ഞങ്ങളുടെ പ്രസിഡന്റ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആനപ്പുറത്താ വരുന്നത്. അയാൾക്ക് സ്വന്തമായിട്ടൊരു ആനയുണ്ടേ. അയാള് പിണ്ടവും കോരും. ആനപ്പാപ്പമാര് പഞ്ചായത്ത് പ്രസിഡന്റുമാരാ അങ്ങനെ ഇരിക്കൂടാ. ദേ സൽഗുണന്റെ ജോയിന്റിൽ ഓയിൽ അടിക്കല്ലേ. നിന്റെ വാലിബൻ ഇവിടെ എത്ര നാൾ കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ പഞ്ചായത്തിനകത്ത് പന്ത് കളി. കളി കുറെ ഞാനും കണ്ടതാണ് മോനെ. ഓ അപ്പൊ റഫറി ആയിരുന്ന? അല്ലടാ കോച്ചായിരുന്നു. നിന്റെ വട്ടയപ്പം പോലുള്ള മോന്ത കൊണ്ട് ഞാൻ പെനാൽറ്റി അടിപ്പിക്കും. ரஜினி ரசிகர் மன்றம் ஐயா. நம்ம ரஜினி உள்ள இருக்கையே. ஐயா வணக்கம் ஐயா. இங்க ரஜினி ரசிகர் மன்றம் ரொம்ப ஸ்ட்ராங்கா வர்றேன். நீங்க மனசு வச்சு உங்க புனிதமான கையாலே ஒரு 500 போட்டா நம்ம கிளப்பில் அண்ணா போட்டோ தங்கம் பூசி பிரேம் பண்ணலாமா? என்ன சொல்ற 500 போய் செம்பு பூசையா. அண்ணா போட்டோவுக்கு சட்டம் தங்கம் தான் பூசுவோம். செம்பு சொல்றதுக்கு நீ யாரா? நான் வெள்ளி பூசையா. கொன்னு சுட்டிடுவேன். என் வழி உனக்கு தெரியாது. போடா. എന്നാലും എന്റെ ശിവമണി 500 ரொம்ப ஜாஸ்தி. ஏய் மச்சான் என் பேர் உனக்கு எப்படி தெரியும்? உன்னை பார்த்தாலே பரமசிவன் மணி கட்டிய மாதிரி இருக்கடா. ஓ மச்சான் நீ தான் நம்ம மச்சான் யாரோ 100 ரூபாய் வந்தா மതി. என்ன சொல்ற? എടാ മലയാളി കൊലയാളി. ഭാരத்துக்கு 50 போதும். உங்க பேரு சொல்லலையே. ராஜ் ஸ்டைல் ராஜ். லேட்டா சொன்னா ஸ்டைலா சொன்ன.
നോക്കണ്ടാ ആ പേപ്പട്ടിനാര് പുലിവാലായി സപ്ലൈ ഊരിന്ന തോന്നുന്നു. രാവിലെ എനിക്കൊരു സ്മെൽ അടിച്ചതാ. കാശ് കൂട്ടി കൊടുക്കണോന്ന്. என்ன ராஜா சிவமணி தேவையா? சொல்லு நாங்க தேவையா? ഇത് ഇത് നാങ്ക നാങ്ക പാത്തുക്കറേ. പാത്തുക്കറേ. അയ്യോ നായരെ പുലിവാലാക്കിയോ? നായര് കറണ്ട് ചാർജ് കൂട്ടി. ഇന്നു മുതൽ രൂപ 200. അയ്യോ നായരെ. നായര് ചത്തിട്ടാണെങ്കിലും എന്റെ കറണ്ട് കിട്ടണമെങ്കിൽ രൂപ 200 റൊക്കം, നോ കടം. അടുത്ത് വേറെ 3 ഫേസ് സൗകര്യം ഇല്ലാത്ത കുത്തയാക്ക്. ആരെടാ ഞാൻ കുത്തി? അല്ല കുത്തിയ 3 ഫേസിന് നല്ല വോൾട്ടേജ് ആണെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്റെ നല്ല വോൾട്ടേജാ. എടോ സ്റ്റൈൽ രാജപ്പ, ഈ വോൾട്ടേജ് സിനിമ കളിക്കണേലേ കാശ് കൂടുതൽ തരണം. ഭാര്യന് നല്ല വരുമാനമല്ലേ? കൊടുത്തേച്ചങ്ങ് കളിച്ചേച്ചാ മതി. ഓഹോ നായർ സാബ്, ആ, ഇന്നാ പിടി ചുട്ടപിടി ദുഡ്ഡുക്ക് ചുട്ടയടി 300. 200-ന് 300. മൂല വെട്ടി. കാശ് ഇങ്ങനെ നീ വെട്ടില്ലേ? പോ. എടാ നീ പോടാ. ഞാൻ പറയുന്നു. പോയില്ലേ? പോയി. എന്താ പേര്? പുഷ്പം. ഞാൻ എത്ര മലഞ്ചെരുവുകളിൽ ഷോ നടത്തിയിരിക്കുന്നു, എത്ര സപ്ലൈ എടുത്തിരിക്കുന്നു. ഇത്രയും പുഷ്ടിമയുള്ളൊരു പേര് പുഷ്പം. പുഷ്പത്തിന് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ. ഞങ്ങള് 4 പെണ്ണുങ്ങളാ. മൂത്ത വെച്ച കറൂറ്റി കെട്ടിച്ചു. അതിന്റെ ഇളയത് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. നേരെ മൂത്ത തങ്കമണി ഇവിടെ കറണ്ട് സപ്ലൈ ചെയ്യാൻ വന്നൊരു ലൈമാന്റെ കൂടെ ഒരു സഹായത്തിന് പോയിരിക്കാം. എല്ലാം ഈ അച്ഛന്റെ മൂലവട്ടി കാരണം. നല്ല ബെസ്റ്റ് ഫാമിലി. എന്തോ അല്ല ഇനി കൊലയിൽ ബാക്കിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഏറ്റവും ഇളയത്. ഓ കൊട്ടകൂടമ രാജിന്റെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. അതുകൊണ്ട് എത്രയും വേഗം സപ്ലൈ കുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയിപ്പോ ഈ നിൽക്കുന്ന പുഷ്പത്തെയും സപ്ലൈ കുത്താമെന്ന സ്റ്റൈൽ രാജ തന്നെ കൊണ്ടുകൊണ്ടി വരുവോ? ബൈ. BOY ബൈ. കൊച്ചുകള്ളി.